വൈദിക സെമിനാരിയിലെ അവസാന വർഷ വിദ്യാർത്ഥിയും നിരണം പള്ളിയിലെ മെമ്പറുമായിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ജോബിൻ മാമൻ ചെറിയാൻ അല്പസമയം ഇപ്പോഴ് ധ്യാനം നടത്തുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വന്യ റമ്പാച്ചന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നൊയമ്പിൻ്റെ കാലഘട്ടം എന്നത് അനുതാപത്തിൻ്റെ തീക്ഷ്ണമായ കാലങ്ങളാണ്. അതിനേക്കാൾ അതിതീക്ഷ്ണമായ ഒരു അനുഭവമാണ്, അനുതാപത്തിൻ്റെ ഒരു ഭാവമാണ് കർത്താവിൻ്റെ പീഡാനുഭവ വാരമായിട്ട് നാം ആചരിക്കുന്ന, നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാരം എന്ന് പറയുന്നത്. നമ്മുടെ അനുതാപത്തിൻ്റെ ഭാവം പലപ്പോഴും സഹതാപഭാവമായിട്ട് ചിലപ്പോൾ മാറ്റപ്പെടാറുണ്ട്. സഭയുടെ ആരാധനയുടെ ഘടന തന്നെ നൊയമ്പ് കാലത്തിലും പ്രത്യേകിച്ച് പീഡാനുഭവ വാരത്തിലും വളരെ വ്യത്യസ്തമാണ്. സുറിയാനി രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ സാധാരണ ശീമ നമസ്കാരത്തിൽ പാടുമ്പോൾ, നൊയമ്പിലും അതിലുപരിയായിട്ട് പീഡാനുഭവ വാരങ്ങളിൽ പാടുന്ന പാട്ടുകളും അതിലെ സദറാ പ്രാർത്ഥനകളുമൊക്കെ ഒരുപാട് ദുഃഖത്തിൻ്റെ, അനുതാപത്തിൻ്റെ ഭാവം ഉണർത്തുന്നതാണ് എന്നതിൽ രണ്ടു തർക്കമില്ല. വീണ്ടും ഇങ്ങനെയൊരു ഭാവം, അനുതാപത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഭാവം ഉളവാക്കുവാൻ വേണ്ടി ദേവാലയത്തിൻ്റെ മറകൾക്ക് ഇരുണ്ട നിറം കൊടുക്കുന്നു, നമ്മുടെ ശബ്ദങ്ങൾക്ക് അല്പം ഖനം കുറയ്ക്കുന്നു, ധൂപകക്ഷിയുടെ വീശിൽ അല്പം ശബ്ദം മണികൾ കിലുക്കാതെയൊക്കെ ചില പാരമ്പര്യങ്ങളിൽ ഈ അനുതാപത്തെ ഒന്ന് ഉദ്ദീപിപ്പിക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ക്രിസ്തു എന്ന പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായവൻ അനുഭവിച്ച പീഡാനുഭവത്തെ ഓർത്ത് സഹതപിക്കുവാനില്ല, നേരെ മറിച്ച് അവൻ്റെ കഷ്ടാനുഭവത്തിൽ ഏകീഭവിക്കുവാനും തന്മയീഭവിക്കുവാനും അതിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും വന്നു ചേരുവാനുമാണ് ഇങ്ങനെയുള്ള ചില ദൃശ്യമായ മാധ്യമങ്ങളിലൂടെ സഭ ആരാധനയിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. ക്രിസ്തു ചരിത്രത്തിലെ ഒരു വലിയ അത്ഭുതമാണ്. അവൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നതും അതിലേറെ വിസ്മയമാണ്. നമുക്ക് പെട്ടെന്ന് അവനെ ഒന്ന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. അല്പം ദൈവശാസ്ത്രം പറയുവാനായിട്ട് ഈ അവസരം ഞാൻ എടുക്കുകയാണ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് യേശുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും പറ്റിയാണ്. നമ്മുടെ പൗരസ്ത്യ വേദശാസ്ത്രം പറയുന്നത് വിഭജിക്കുവാൻ പാടില്ലാത്ത വിധം ക്രിസ്തുവിൽ അവൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരുമിച്ചിരിക്കുന്നു എന്നാണ്. ഒരു പച്ചിരുമ്പ് ചുട്ട് പഠിപ്പിച്ച് റെഡ് ഹോട്ട് എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് പ്രകാശത്തെയും പച്ചിരുമ്പിനെയും വേർതിരിച്ച് നമുക്ക് കാണുവാൻ പറ്റാത്ത വിധം ക്രിസ്തുവിൽ അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ചേർന്നിരിക്കുന്നുവെന്നാണ് പൗരസ്ത്യ പിതാക്കന്മാർ, വേദശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് കഷ്ടമനുഭവിച്ചവൻ മനുഷ്യൻ മാത്രമല്ല, അവൻ ഏതെല്ലാം അവസരങ്ങളിൽ കഷ്ടമനുഭവിച്ചുവോ നിന്ന സഹിച്ചുവോ അവിടെയൊക്കെ ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരു വ്യക്തിയുടെ ശിക്ഷയെ ഇത്ര കണ്ട് ആചരിക്കുന്നത് ദുഃഖത്തോടുകൂടി. നാം ആരുടെയും ശിക്ഷകളെ ഓർത്ത് ദുഃഖിക്കുകയോ ഓർമ്മകൾ നടത്തുവാനോ ശ്രമിക്കുന്നില്ല. എന്നാൽ ഇവിടെ ക്രിസ്തു നിരപരാധിയായവൻ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ താണിറങ്ങി ഒരു വലിയ സമൂഹത്തിന് വേണ്ടി, ഒരു സർവ്വചരാചരങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ആരാധനകൾക്ക്, ക്രിസ്തുവിൻ്റെ ഈ കഷ്ടാനുഭവങ്ങൾക്ക് ഇത്ര കണ്ട് പ്രാധാന്യവും മേന്മയും നൽകുന്നത് എന്ന് നാം ഓർക്കണം. ഈ പീഡാനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് ചില ഓർമ്മകൾ നൽകുന്നുണ്ട്, ചില ഓർമ്മപ്പെടുത്തലുകളാണ്, ചില പങ്കാളിത്തമാണ്. എന്താണ് ഓർമ്മ? നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മുടെ ജന്മദിനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡ്രൈ മെമ്മറിയാണ്, വരണ്ട ഓർമ്മകളാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, അവൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങൾ, എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റൽ മെമ്മറി. കാരണം ഞാനും നിങ്ങളും ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ഏത് പെരുന്നാളിൽ പങ്കെടുക്കുമ്പോഴും 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അതേ സംഭവത്തെ
പുനരാവിഷ്കരിച്ചുകൊണ്ട് അതിൽ പങ്കാളികളാകുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തിരുമേനി ഇടയ്ക്ക് പറയുന്ന വാക്കുകളെന്ന് കടമെടുത്തുകൊണ്ട് പറയുകയാണ്, ചില സാന്നിധ്യബോധത്തോടു കൂടി നമ്മൾ ഓരോ ആരാധനയും പങ്കെടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ക്രിസ്തു അനുഭവിച്ച കഷ്ടതയെ എനിക്ക് വേണ്ടിയാണ് അത് അനുഭവിച്ചതെന്ന ബോധ്യത്തോടു കൂടി ഇതിൽ പങ്കാളിയാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? അവൻ്റെ വലിയ കരുണ, അവൻ്റെ താഴ്മ, അവൻ്റെ കഷ്ടാനുഭവം, ഇതൊക്കെ എനിക്ക് എന്ത് നേടിത്തന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. എനിക്ക് നൽകിയ സ്വാതന്ത്ര്യം, എനിക്ക് നൽകിയ രക്ഷ, ഇതൊക്കെ എനിക്ക് തന്ന നിത്യജീവന്റെ ഒരു ഭാവം, ഇതൊക്കെയാണ് ഈ കഷ്ടാനുഭവത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില ഓർമ്മപ്പെടുത്തലുകൾ. വീണ്ടും ഞാൻ പറഞ്ഞു, അവന്റെ രക്ഷണ്യ പ്രവർത്തനത്തിലേക്കുള്ള ഒരു ആഹ്വാനവും ഒരു പങ്കുചേരലുമാണ് ഈ കഷ്ടാനുഭവ വാരം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ ചില ആശയങ്ങൾ, ചിതറിയ ചിന്തകൾ ഞാനൊന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു നമുക്ക് മുൻപോട്ട് വെക്കുന്ന ചില മാതൃകകൾ, ഒരുപാട് മാതൃകകൾ തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മനുഷ്യാവതാര വ്യാപാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില ആശയങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെ ലോകത്തിലെ അവൻ്റെ ജീവിതത്തിലുടനീളം ക്രിസ്തു പിൻപറ്റിയ, ക്രിസ്തു നമ്മെ കാണിച്ച ഒരു വലിയ ഒരു മാതൃകയാണ് തന്നെ പിൻപറ്റിയവരെ, അത് ചെറുതെന്നോ വലുതെന്നോ ശുദ്ധമെന്നോ അശുദ്ധമെന്നോ എന്ന അതിർവരമ്പുകളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ ശ്രമിച്ചു എന്നൊരു വലിയ മാതൃക ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നോയമ്പിലെ 7 വാരങ്ങളും ചില ചേർത്ത് പിടിക്കലുകളുടെ ഒരു വലിയ ദൃശ്യമായ ആവിഷ്കാരമാണ്. പകച്ചു നിന്ന, അല്ലെങ്കിൽ ചൂളിപ്പോയ, ഒറ്റപ്പെട്ടുപോയ കാനാവിലെ കല്യാണ വിരുന്നിലെ വിരുന്നുകാരനെ, അവന്റെ കുറവിനെ, അവന്റെ ബലഹീനതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുകയാണ്. വീണ്ടും കുരുടനെയും ശമരിയാക്കാരി സ്ത്രീയെയും ജ്ഞാനായക്കാരിയെയും അവരുടെ മകളെയും ഒക്കെ, പിറവിക്കുരുടനെയും ഒക്കെ ചില നോട്ടങ്ങൾ കൊണ്ട്, ചില അത്ഭുതങ്ങൾ കൊണ്ട്, ചില നിലപാടുകൾ കൊണ്ട് ക്രിസ്തു ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. സ്വേക്കഡ് അല്ലെങ്കിൽ പ്രൊഫൈൻ എന്ന അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് കുഷ്ഠരോഗിയെയും അധകൃതരായ വ്യക്തികളെയും ഒക്കെ തൻ്റെ ജീവിതത്തിൽ, അക്കാലത്തിൽ ആ ചുറ്റുവട്ടത്തിൽ അധകൃതരെന്ന് പറയപ്പെട്ട അനേകം ജനങ്ങളെ ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യേശു നമ്മുടെ ബലഹീനതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ നസറായന്റെ അനുയായികളായ ഞാനും നിങ്ങളും ആ ഒരു മാതൃക അമ്പെ മറന്നുപോയിരിക്കുകയാണ്. വായനയിൽ, വേദപുസ്തകം വായനയിൽ എന്നെ വല്ലാണ്ട് സ്പർശിച്ച ഒരു ചേർത്ത് പിടിക്കലാണ് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ യേശു ഒരു ചേർത്ത് പിടിക്കൽ നടത്തുന്നുണ്ട്. ഇത് പ്രകാരമാണ്: വയലിലൂടെ ശാബത്ത് നാളിൽ തന്റെ ശിഷ്യന്മാരെല്ലാവരും കൂടി നടന്നു പോകുമ്പോൾ വിശപ്പ് കൊണ്ട് ഒരു ചെറിയ ശാബത്ത് ലംഘനം അവർ നടത്തുന്നുണ്ട്. മറ്റൊന്നുമല്ല, കതിർമണികൾ പറിച്ചുകൊണ്ട് തിരുമ്മി അതിനെ ഭക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ പരീക്ഷ പ്രമാണികള് അവരെ പരിഹസിച്ചുകൊണ്ട്, അവരിൽ കുറ്റം ചുമത്തിക്കൊണ്ട്, നിന്റെ ശിഷ്യന്മാർ ശാബത്ത് ലംഘിച്ചു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യുത്തരം പറയുവാൻ പോലും ശിഷ്യന്മാരെ അനുവദിക്കാതെ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവരുടെ കുറ്റങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട്, മറച്ചു വെച്ചുകൊണ്ട്, പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട്, ദാവീദ് വിശന്നപ്പോൾ കാഴ്ചയപ്പം പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുവാൻ വിധിക്കപ്പെട്ട കാഴ്ചയപ്പം കഴിച്ചുകൊണ്ട് വിശപ്പടക്കി എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തുന്ന ഒരു ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. ശിഷ്യന്മാരുടെ സമൂഹം നോക്കിയാൽ ഒരുപാട് ബലഹീനതകളുള്ളവരാണ്. ചുങ്കക്കാരൻ സക്കായി വലിയ പാപിയാണ്. ഞാങ്ങണ പോലെ ചാഞ്ചല്യമുള്ളവനായ പത്രോസ്, എരിവുകാരനായ ഈ യഹൂദ സമൂഹത്തിലെ വിപ്ലവ സമൂഹമായ എരിവുകാരനായ ശീമോൻ, ധനമോഹിയായ യൂദ, അങ്ങനെ ചില ബലഹീനതകൾ, ചില ചാബല്യങ്ങളുള്ള ഒരു വ്യക്തി സമൂഹങ്ങളായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ ബലഹീനരായവരെ ഒന്ന് ചേർത്ത് നിർത്തിയപ്പോൾ ഉണ്ടായതാണ് 12 ശ്ലീഹന്മാർ എന്ന് പറയുന്നത്. യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ ഒരു സ്ഥലത്തിൽ പോലും തന്നെ പിൻപറ്റിയ ശിഷ്യന്മാരുടെ ആത്മാഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു നിലപാടുകളും യേശു എടുത്തില്ല എന്നുള്ളത് വളരെ ധ്യാനം ആകർഷിക്കുന്ന, അർഹിക്കുന്ന ഒരു വലിയ തത്വമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഒന്ന് പരിശോധിക്കണം. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ എന്താണ്? നമ്മൾ ചില തെറ്റുകൾ ചെയ്തു പോയി എന്ന് ഓർക്കുമ്പോൾ, നമ്മൾ ബലഹീനരാണെന്ന് ഓർക്കുമ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെടാറുണ്ട്. അവിടെ ശിഷ്യന്മാരുടെ ബലഹീനതകളെ മറച്ചു പിടിച്ചുകൊണ്ട് ക്രിസ്തു വരെ ചേർത്ത് വെക്കുവാൻ ശ്രമിക്കുകയാണ്. നാം ഓർക്കുക, പൗലോസ് ശ്ലീഹായുടെ ഒരു പറയുന്ന 1 കൊരിന്ത്യരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്,
ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായ തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായത് ലോകത്തിൽ തിരഞ്ഞെടുത്തു. ആയതുകൊണ്ട് നാം ഓർക്കുക, ക്രിസ്തു ചേർച്ച് ചില ബലഹീനതകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മയൊക്കെ ചേർത്ത് പിടിച്ചതുപോലെ ക്രിസ്തുവിന്റെ അനുയായികളായ ഓരോ ക്രിസ്ത്യാനിക്കും ഈ ഒരു വലിയ ഭാവം, ഒരു മാതൃക നേടിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കുടുംബ ബന്ധങ്ങളിൽ വളരെ ശ്രേഷ്ഠമായി ധ്യാനിക്കേണ്ട ഒരു ആശയമാണ് ഈ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹങ്ങൾ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹമാണ്. ഭാര്യയുടെ ചില കുറവുകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവളെ സ്വീകരിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത്. ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മുടെ ആധിപത്യം കാണിക്കുവാൻ ചില പരിഹാസ ബുദ്ധിയോടുകൂടി, അത് ഭർത്താവായിക്കൊള്ളട്ടെ ഭാര്യയായിക്കൊള്ളട്ടെ, എന്നാലും അല്പം കൂടുതൽ ഭർത്താക്കന്മാർക്കിടയിലാണ് തൻ്റെ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച്, സുഹൃത്തുക്കളുടെ മുൻപിൽ വെച്ച്, സഹോദരങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പറഞ്ഞു തീർക്കേണ്ട ചില കുറവുകളെയൊക്കെ ചില ഭർത്താക്കന്മാരെങ്കിലും അവരെ പരിഹസിച്ച് അവരെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ചില ഉദാഹരണങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അവിടെയൊക്കെ നാം ഓർക്കുക, നസറായന് എതിരായിട്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു കൃത്യവിലോപമാണ് ഈ ചെയ്യുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ഒരു കുടുംബ ജീവിതത്തിൽ ചില കാര്യങ്ങളെ മറയ്ക്കുവാനും ചില കാര്യങ്ങളെ ഒതുക്കുവാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും തകർന്നു പോകും എന്നുള്ളതിൽ 2 തർക്കമില്ല. ആയതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയെ കുറവുകളോടുകൂടി സ്നേഹിക്കുവാനും ചില മറയ്ക്കപ്പെടലിന് അവരെ വിധേയമാക്കുവാനും ശ്രമിക്കണം എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇതിന് നല്ല ഉദാഹരണം നമുക്ക് ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. വന്ധ്യയായ ഹന്നായുടെ കരച്ചിൽ, അവളുടെ ഉപവാസം, അവളുടെ ആന്തരികമായ വേദന, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ബലഹീനതയെ സ്വീകരിച്ചുകൊണ്ട് എൽക്കാന എന്ന ഭർത്താവ് പറയുന്ന വാക്കുകൾ വളരെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യമാണ്. അവൻ പറയുകയാണ്, ഹന്നേ, നീ എന്തിന് കരയുന്നു? നീ എന്തിന് വ്യസനിക്കുന്നു? നീ എന്തിന് പട്ടിണി കിടക്കുന്നു? ഞാൻ നിനക്ക് 10 മക്കളേക്കാൾ നന്നല്ലയോ? ഇപ്രകാരമാണ് ചേർത്ത് പിടിക്കലിന്റെ ഒരു ഭാവം ഓരോ ഭർത്താക്കന്മാരിലും ഓരോ ഭാര്യമാരിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ക്രിസ്തു കാണിച്ചു തന്ന ഒരു വലിയ മാതൃകയാണ് ചില കുറവുകളോടുകൂടി, ചില ബലഹീനതയോടുകൂടി നമുക്ക് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും സ്നേഹിക്കുക എന്നുള്ളത്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് എന്തായിരുന്നു പ്രത്യേകത? തങ്ങളുടെ മോഹങ്ങളെയും തങ്ങളുടെ ഇംഗിതങ്ങളെയും ഒക്കെ, തങ്ങളുടെ കുടുംബം, തങ്ങളുടെ മക്കൾ, സമ്പാദ്യങ്ങൾ, പടക്, ഉദ്യോഗം, ഇതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു എന്ന രക്ഷകന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ട ഒരു വലിയ സമൂഹമാണ്. ക്രിസ്തുവിന് വേണ്ടി ചാവേറുകളാക്കി തീരുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു ശിഷ്യന്മാര്. അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ആത്മാഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു പ്രവൃത്തിയും ഒരു നിലപാടും ക്രിസ്തു ചെയ്യുവാൻ ശ്രമിച്ചില്ല. തന്നെ ഒറ്റിക്കൊടുത്ത യൂദായെ പോലും അവൻ അവസാന സമയത്തും വിളിക്കുന്നത് സഹോദര എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെയും ഒരു ചേർത്ത് പിടിക്കലിന്റെ ഒരു ഭാവം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ചില കുറവുകൾ ഉണ്ടെങ്കിൽ നാം ഓർക്കുക, അതിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒന്ന് ജീവിക്കുന്നതാണ് ക്രിസ്തീയമായ ഒരു ഭാവം എന്ന്. യഹൂദ റാബിയായ ഹെറാൾഡ് എസ് കുഷ്ണർ എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: വി ലവ് ഇസ്രായേൽ നോട്ട് ബിക്കോസ് ദാറ്റ് ഇസ്രായേൽ ഈസ് പെർഫെക്റ്റ് ബട്ട് ബിക്കോസ് ഇസ്രായേൽ ഈസ് അവേഴ്സ്. ഞങ്ങൾ ഇസ്രായേലിനെ സ്നേഹിക്കുന്നത് ഇസ്രായേല് ശ്രേഷ്ഠമായ രാജ്യമായതുകൊണ്ടല്ല, നേരെ മറിച്ച് ഇസ്രായേല് ഞങ്ങളുടേതായതുകൊണ്ടാണ്. ഇപ്രകാരം പറയുവാൻ ഓരോ ഭർത്താവിനും ഓരോ ഭാര്യയ്ക്കും സാധിക്കണം. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് അവൾ അല്ലെങ്കിൽ അവൻ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി ആയതുകൊണ്ട് മാത്രമല്ല, നേരെ മറിച്ച് അവൻ അല്ലെങ്കിൽ അവൾ എൻ്റേതാണെന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയെന്ന് പറയുമ്പോൾ ചില കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ട്, ചില ബലഹീനതകളെ മറച്ചുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയണം. വീണ്ടും ഓർക്കുക, ചെറിയ ചെറിയ ലംഘനങ്ങളും ചെറിയ പാപങ്ങളൊക്കെ മറച്ചും പുറത്തും ക്ഷമിച്ചും നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഈ കുപ്പായം ഇട്ടത് എൻ്റെ ചില ലംഘനങ്ങൾ ക്ഷമിച്ചതുകൊണ്ടും ചില പാപങ്ങൾ ദൈവം മറച്ചു തന്നതുകൊണ്ടാണ്. നിങ്ങളിവിടെ ജീവിക്കുന്നത്, നിങ്ങൾ സുമുഖരായിട്ട് സന്തോഷവാന്മാരായിട്ട് സന്തോഷവതികളായിട്ട് ജീവിക്കുന്നത് നിങ്ങളുടെയും ചില ലംഘനങ്ങൾ തമ്പുരാൻ കണ്ടു എങ്കിലും അത് ക്ഷമിച്ചും
പാപങ്ങൾ മറച്ചുമൊക്കെ കിട്ടിയത് കൊണ്ടാണെന്നൊരു ബോധ്യം ഓർക്കുക. ആയതുകൊണ്ട് ചില അവസരങ്ങളിൽ ചിലരെയൊക്കെ ചേർത്ത് പിടിക്കുവാൻ കടപ്പെട്ടവരായ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ക്രിസ്തുവിൻ്റെ വേദനയാണ്. ക്രിസ്തുവിൻ്റെ വേദനയ്ക്ക് എന്താണ് പ്രത്യേകത? അതിൻ്റെ പരമകാഷ്ഠയിൽ ക്രിസ്തു തൻ്റെ വേദനയെ സ്വീകരിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ വേദനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ലോകത്തിൽ ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കാവുന്ന മാനസികവും ശാരീരികവുമായ വേദനകളുടെ പരമകാഷ്ഠയിൽ ക്രിസ്തു അതിനെയെല്ലാം സ്വീകരിച്ചു. ആയതുകൊണ്ട് ഒന്നോർക്കുക, ക്രിസ്തു അനുഭവിച്ച അത്രയും വേദനകൾ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു വലിയ നഗ്നമായ സത്യം എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ചില വേദനകൾ അനിവാര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, ക്രിസ്തുവിന്റെ ശരീരം ഇത്രമേൽ ആഘോഷിക്കപ്പെട്ടതും അവൻ തേജസ്കരിക്കപ്പെട്ടതിനും കാരണം എന്ന് പറയുകയാണെങ്കിൽ അവന്റെ ശരീരം ഇത്ര കണ്ട് മുറിപ്പാടുകളേറ്റതുകൊണ്ടും ഇത്ര കണ്ട് നിന്ദകൾ സഹിച്ചതുകൊണ്ടുമാണ്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ഇത്ര കണ്ട് മഹത്വം നമുക്ക് നൽകുവാനായിട്ട് കഴിയുകയില്ല. ആയതുകൊണ്ട് ക്രിസ്തു മൗനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ചില വേദനകൾ, സ്വാഭാവികമായ വേദനകൾ അനിവാര്യമാണ്. ഈറ്റുനോവും പേറ്റുനോവും ഇല്ലാതെ ഒരു സ്ത്രീക്ക് തൻ്റെ ചോരക്കുഞ്ഞിനെ, ശോഭയുള്ള പൈതലിന് ജന്മം നൽകുവാനായിട്ട് സാധിക്കുകയില്ല. പ്രകൃതിദത്തമായ ചില വേദനകൾ വളരെ വളരെ അനിവാര്യമാണ്. ആയതുകൊണ്ട് നമ്മുടെ വേദനകൾ ക്രിസ്തുവിന്റെ ഭാഷയിൽ പറയുമ്പോൾ അത് സ്വാഭാവികമാണ്, അത് അനിവാര്യമാണ്, അത് സ്വീകരിച്ചേ മതിയാവും. ലോകത്തിൽ കഷ്ടത എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. സഫറിങ് ഇസ് എ പ്രിവിലേജ് ഓഫ് എ ക്രിസ്ത്യൻ. ക്രിസ്ത്യാനിയുടെ ഒരു അവകാശമാണ് അവന്റെ കഷ്ടത എന്ന് പറയുന്നത്. കാരണം അവന്റെ നാഥനും രക്ഷകനുമായവനായ ക്രിസ്തുവും കഷ്ടത അനുഭവിച്ചുകൊണ്ടാണ് അവന് മഹത്വീകരിക്കപ്പെട്ടത് എന്ന് ഓർക്കുക. ക്രിസ്തുവിന്റെ കഷ്ടതയെപ്പറ്റി എതിർക്കുന്ന ഒരു ശിഷ്യനെ നാം കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവന്റെ ആന്തരിക ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരാളായ ശീമോൻ പത്രോസാണ്. അവനെ മശിഹ എന്ന് ഏറ്റു പറഞ്ഞതിന് ശേഷം അവന്റെ കഷ്ടാനുഭവ രഹസ്യം പറയുമ്പോൾ, കർത്താവേ നിനക്കത് സംഭവിച്ചുകൂടാ എന്ന് പറയുമ്പോൾ, സാത്താനെ നീ എന്നെ വിട്ടുപോവുക, നീ മനുഷ്യരുടെ ഭാവത്തിൽ ചിന്തിക്കുന്നു, ദൈവത്തിൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ചില ശകാരങ്ങൾ പറയുകയാണ്. അതിൽ തന്നെ വ്യക്തമാണ്, ക്രിസ്തു പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് തന്റെ കഷ്ടാനുഭവങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില വേദനകൾ അനിവാര്യമാണ്. അഗസ്തീനോസ് ഒരു വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, പാപമില്ലാത്ത ഒരു പുത്രൻ ദൈവത്തിനുണ്ടായിരുന്നു, എന്നാൽ കഷ്ടതകളില്ലാത്ത ഒരു പുത്രൻ ദൈവത്തിന് പോലും ഇല്ലായിരുന്നു. വീണ്ടും ആവർത്തിക്കുകയാണ്, പാപമില്ലാത്ത പുത്രൻ ദൈവത്തിനുണ്ടായിരുന്നു, എന്നാൽ കഷ്ടതകളില്ലാത്ത ഒരു പുത്രൻ ദൈവത്തിന് പോലും ഇല്ലായിരുന്നു. ആയതുകൊണ്ട് കഷ്ടതകൾ ചില അനുഭവങ്ങളിൽ നമുക്ക് അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു നല്ല ഉദയത്തിന്, ഒരു നല്ല ഫലപ്രാപ്തിക്ക് നമുക്ക് ശക്തിയും ഓജസ്സും നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. ചെറിയ കാലയളവിൽ ക്ലാസ്സുകളിൽ പഠിച്ച ഓർമ്മയിൽ ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ചിത്രശലഭത്തിന്റെ വളർച്ചയുടെ കാലഘട്ടം ഓർമ്മ ശരിയാണെങ്കിൽ എഗ്, ലാർവ ആൻഡ് പ്യൂപ്പ. അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ആവരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത് പുറത്തേക്ക് വന്ന് അത് ഒരു ചിത്രശലഭമായിട്ട് മാറ്റപ്പെടുകയാണ്. ഒരു അധ്യാപിക ഈ പ്യൂപ്പയെ എടുത്തു വെച്ചുകൊണ്ട് ഈ തൻ്റെ വിദ്യാർത്ഥികളെ അതിൻ്റെ ഭാവങ്ങളെ പറ്റി പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവർ നോക്കി നിൽക്കെ ചെറുതായിട്ട് ഈ ആവരണം പൊട്ടി വരുന്നു. അങ്ങനെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അധ്യാപിക ബോധപൂർവം ഈ സ്ഥലത്ത് നിന്ന് മാറി നിങ്ങൾ തന്നെ വീക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സ്ഥലം മാറി പോവുകയാണ്. ഈ കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. കാരണം ഈ ആവരണത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ വേണ്ടി ഈ ചിത്രശലഭം വല്ലാണ്ട് ഞെളിവിരി കൊള്ളുകയാണ്, വല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ്. എന്ത് ചെയ്തു? ഒരു കുട്ടി എന്ത് ചെയ്തു? ഒരു ചെറിയ കമ്പ് കൊണ്ട് ഈ ആവരണം ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് ചില ദ്രാവകങ്ങൾ ഇറങ്ങി വന്ന് ഈ ബട്ടർഫ്ലൈ, ഈ ചിത്രശലഭം പുറത്തേക്ക് വന്നു. പക്ഷെങ്കിൽ അതിന് ആയുസില്ലായിരുന്നു. അത് പെട്ടെന്ന് പറക്കുവാൻ സാധിക്കാതെ അത് മരിച്ചു പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഈ അധ്യാപിക വന്ന് കണ്ടപ്പോൾ അവർ പറയുകയായിരുന്നു, നിങ്ങളോട് ഈ ഒരു വലിയ സന്ദേശം പറയാൻ വേണ്ടിയാണ് ഞാനൊന്ന് മാറിപ്പോയത്. ചില വേദനകളില്ലാതെ നമുക്ക് പറക്കുവാനോ നമുക്കൊന്ന് ജീവിക്കുവാനോ ഒരു പുതിയ സൃഷ്ടിക്ക് ജന്മം നൽകുവാനോ സാധിക്കുകയില്ല. ആയതുകൊണ്ട് വേദനകൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതിനെ നല്ല ഭാവത്തോടുകൂടി, നല്ല ആത്മാവോടുകൂടി, പോസിറ്റീവായിട്ടൊന്ന് സ്വീകരിക്കുമ്പോൾ മാത്രമേ നല്ല ഉയർച്ചകൾ, നല്ല ഉദയങ്ങൾ, നല്ല സൃഷ്ടികർമ്മങ്ങൾ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മറ്റൊരു വശം കൂടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വേദനകൾ മറക്കുവാൻ വേണ്ടി നമ്മൾ പരക്കം പായുകയാണ്.
യേശു ചൊറുക്ക കുടിച്ചു എന്നതിനെ പറ്റി വ്യത്യസ്തമായൊരു വായന ഞാൻ വായിച്ചിട്ടുണ്ട്. അവൻ രുചിച്ചു നോക്കിയെങ്കിലും, ഇവിടെ എവൻഗേലിയോനിലും വായിച്ചു, അവനെ ഒന്ന് അതിന്റെ സ്വാദൊന്ന് അനുഭവിച്ചു നോക്കി, പക്ഷെങ്കിൽ അവനത് പൂർണ്ണമായിട്ട് കുടിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഈ വീഞ്ഞും പുളിവീഞ്ഞും തമ്മിലുള്ള വ്യത്യാസം? വീഞ്ഞ് എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിൽ കാർഷിക വൃത്തിയുടെ ഒരു ഉൽപ്പന്നമാണ്, ഒരു സാധാരണ പാനീയമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. എന്നാൽ പുളിവീഞ്ഞ് എന്ന് പറയുന്നത് തങ്ങളുടെ ബോധത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, വേദനകളെ മറക്കുവാൻ വേണ്ടിയൊക്കെ, പ്രത്യേകിച്ച് ക്രൂശിതരായ കുറ്റവാളികളുടെ വേദനകളെ ഒന്ന് കുറയ്ക്കുവാൻ വേണ്ടി, ബോധഹീനരായി അവരെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി റോമൻ പട്ടാളക്കാർ നൽകുന്ന ഒരു ട്രാങ്കുലൈസർ എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു ഈ പുളിവീഞ്ഞ് എന്ന് പറയുന്നത്. വീണ്ടും ചരിത്രം പറയുന്നുണ്ട്, റോമൻ ഭടന്മാര് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രഗ് കൂടിയാണ് ഈ പുളിവീഞ്ഞ് എന്ന് പറയുന്നത്, മീറ ചേർത്ത പുളിവീഞ്ഞ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ വേദനയൊന്ന് കുറയ്ക്കുവാൻ വേണ്ടിയായിരുന്നു ഈ പുളിവീഞ്ഞ് കൊടുത്തത് എന്നും ഒരു ചെറിയ വാദം പറയുന്നുണ്ട്. ഞാൻ അതിനെ എൻ്റെ ആശയത്തിന്റെ ഒന്ന് ബലപ്പെടുത്തുവാൻ വേണ്ടി അങ്ങനെ ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു അവിടെ പോലും അവന്റെ വേദനകളെ ഒന്ന് കുറയ്ക്കുവാൻ വേണ്ടി ഈ പുളിവീഞ്ഞിന്റെ സ്വാദ് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ശ്രമിച്ചില്ല. നാം ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ചെറിയ വേദനകൾ, ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതായ വളരെ വളരെ ചെറുതായ വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ നാം പിൻപറ്റുന്നത് ഈ പുളിവീഞ്ഞ് പോലെയുള്ള ചില മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ചില ബോധം നഷ്ടമാകുന്ന ലഹരി പദാർത്ഥങ്ങളിലേക്കുമാകുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെയാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ മാതൃക എന്ന് പറയുന്നത്. വേദനയെ അതിൻ്റെ പൂർണ്ണഭാവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. ഒരിക്കലും ഒരു ലഹരി പദാർത്ഥം നമ്മുടെ വേദനകൾക്ക് ഒരു ആശ്വാസമാവുകയില്ല. നേരെ മറിച്ച് നമ്മുടെ വേദനകൾ സങ്കീർണമാവുകയും നമ്മുടെ നിലതെറ്റിപ്പോവുകയും നമ്മുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു ചെറിയ ശതമാനത്തിൽ പോലും ലാഭമുണ്ടാവുകയില്ല. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേദനകളെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്ന് ചിന്തിക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദനകൾക്ക് മാധുര്യവും ശ്രേഷ്ഠതയും അനുഭവപ്പെടുന്നത്. ലഹരികൾക്ക് അടിമപ്പെടാതെ, തമ്പുരാനെ പോലെ പുളിവീഞ്ഞിനെ ഉൾക്കൊള്ളാതെ ആ വേദനകളെ അതിൻ്റെ പൂർണ്ണഭാവത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. മൂന്നാമതായിട്ട് ക്രിസ്തു ചെയ്യുന്ന നമുക്ക് കാട്ടിത്തരുന്ന ഒരു മാതൃകയുണ്ട്. തൻ്റെ മനുഷ്യാവതാരം അവസാനിക്കുമ്പോൾ ക്രിസ്തു അവസാനമായിട്ട് ചെയ്യുന്ന ഒരു വലിയ കർത്തവ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൽ തനിക്ക് മനുഷ്യാവതാരം ചെയ്യുവാൻ വേണ്ടി ഇടം നൽകിയ മാതാവിനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് ഭരമേൽപ്പിച്ചതിന് ശേഷമാണ് ക്രിസ്തു ഈ ലോകത്തോട് വിട പറയുന്നത്. തന്നെ ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹായുടെ കരങ്ങളിലേക്ക് തന്റെ മാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. മാതാവ് അല്ലെങ്കിൽ മാതൃത്വം എന്ന് പറയുന്നത് ഒരു യുണീക്കായിട്ടുള്ളൊരു ഭാവമാണ്, അനന്യമായൊരു ഭാവമാണ്. നാം കേട്ടിട്ടുണ്ട്, മാറ്റേണിറ്റി ഈസ് എ ട്രൂത്ത് ആൻഡ് പാറ്റേണിറ്റി ഈസ് എ സ്റ്റോറി. മാതൃത്വം ഒരു സത്യവും പിതൃത്വം ഒരു വിശ്വാസവുമാണ്. അമ്മ ചൂണ്ടിക്കാണിക്കുന്നവനെയാണ് നമ്മൾ അപ്പ എന്ന് വിളിക്കുന്നത്. അമ്മയുടെ സ്നേഹം വളരെ വ്യത്യസ്തമാണ് എന്ന് കരുതി അപ്പന് സ്നേഹക്കുറവുണ്ടെന്ന് എൻ്റെ വാക്കുകൾക്ക് അർത്ഥമില്ല. എന്നിരുന്നാലും നമുക്കൊക്കെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അമ്മമാരോട് വ്യത്യസ്തമായൊരു അതിരുകവിഞ്ഞൊരു സ്നേഹമൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഒരു വല്ലാത്ത ഒരു അഗമ്യമായ ഒരു സ്നേഹവും ഒരു കരുതലും ഒക്കെ നൽകി നമ്മളെ കൈപിടിച്ച് വളർത്തുന്ന അമ്മമാരെ കരുതുവാനുള്ള ഒരു വലിയ മാതൃക കൂടി കാണിച്ചുകൊണ്ടാണ് ക്രിസ്തു ഈ ലോകത്തോട് വിട പറയുന്നത്. എത്ര കണ്ട് നമ്മൾ അത് ഏത് പ്രായമായിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളെ കരുതുന്നു എന്നൊരു ബോധ്യം, ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്കൊന്ന് കടന്നു വരുവാനായിട്ട് ഈ ഒരു സമയത്ത് നാം ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ്, ഒരു വിധവയായ സ്ത്രീക്ക് വളരെ ചെറുപ്പത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവൾക്ക് ഒരു മകനുണ്ടായിരുന്നു. അവൻ പഠിക്കുവാൻ മിടുക്കനായിരുന്നു, ഭംഗിയായി പഠിച്ചു, കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചായിരുന്നെങ്കിലും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അവൻ പഠിച്ചു, നല്ല മകനായി വളർന്നു. അവൻ സമ്പാദ്യങ്ങൾ നേടി, ഉദ്യോഗസ്ഥനായി, കുടുംബസ്ഥനായി, അവൻ മക്കളായി, കൊച്ചുമക്കളായി, എല്ലാമായി, സമ്പാദ്യങ്ങളൊക്കെയായി. അപ്പോഴും ഈ മകൻ തന്നെ കരുതിയ, തന്നെ വളർത്തിയ, അവനെ വല്ലാണ്ട് സ്നേഹിച്ച ഈ അമ്മയെ ഒരു നിമിഷം പോലും മാറ്റി നിർത്താതെ, അകറ്റി നിർത്താതെ ഈ അമ്മയെ സ്നേഹിച്ചു, ശുശ്രൂഷിച്ചു. അമ്മയ്ക്ക് വേണ്ടിയതെല്ലാം ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഈ മകൻ അങ്ങോട്ട് പ്രദാനം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, അല്പം പഴയൊരു കഥയാണ്. എൻ്റെ പിതാവ് ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥയാണ്.
അങ്ങനെ ഈ അമ്മയ്ക്ക് ഈ മകൻ കിടക്കയിൽ ഇരുന്നുകൊണ്ട്, പഴയ അമ്മച്ചിമാർക്കൊക്കെ വെറ്റമുറുക്കുന്ന ഒരു ശീലമുണ്ട്, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുവാൻ അവസരം കൊടുക്കാതെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ഒന്ന് വെറ്റമുറുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വെറ്റക്കൊടി കൂടി ഒന്ന് ഈ കട്ടിലിനോട് ചേർന്ന് വളർത്തി അമ്മയ്ക്ക് അതിൽ നിന്ന് പറിച്ച് വെറ്റമുറുക്കുവാനുള്ള അവസരം കൂടി ഒന്ന് ക്രമീകരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ മകൻ ഒരു ദിവസം ഈ അമ്മയോട് ചോദിക്കുകയാണ്, എന്നെയും കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ അമ്മയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കുറവുകളില്ലാതെ, ഒരു പൊറുപിറുപ്പില്ലാതെ, ഒരു മുറുമുറുപ്പില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയെ ചേർത്ത് നിർത്തി അമ്മയെ ശുശ്രൂഷിച്ചു. ഇത് അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കാളൊക്കെ ഉയരത്തിൽ നിൽക്കുന്നതല്ലേ, അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ അമ്മയെന്ന് ഈ മകൻ ഈ അമ്മയോട് ഒരു ചെറിയ കണക്ക് ചോദിക്കുന്നുണ്ട്, കണക്ക് പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ തിരിച്ച് വളരെ ശാന്തമായിട്ട് മൗനമായിട്ട് മന്ദഹസിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, ഞാൻ നിന്നെ 9 മാസം ഉള്ളിൽ വഹിച്ചുകൊണ്ട് വേദനകൾ അനുഭവിച്ചുകൊണ്ട് നീ എന്നെ ഉദരത്തിലിരുത്ത് ചവിട്ടിക്കൊണ്ട് ഞാൻ അനുഭവിച്ച വേദനകൾ, ആ വേദനകൾ സഹിച്ചുകൊണ്ട് ഞാൻ നിന്നെ വഹിച്ചുകൊണ്ട് ഞാൻ ഒരു കാൽവയ്പ് എടുത്ത വേദനയ്ക്ക് തുല്യമാവുകയില്ല നീ എനിക്ക് തിരിച്ചു ചെയ്തു തന്ന ശുശ്രൂഷകൾ എന്ന് പറയുകയാണ്. വീണ്ടും ആവർത്തിക്കുകയാണ്, 9 മാസം ഞാൻ നിന്നെ വഹിച്ചുകൊണ്ട് അനുഭവിച്ച വേദനകൾ സഹിച്ചുകൊണ്ട് ഞാൻ ഒരു കാൽ ചുവട് വയ്ക്കുവാൻ എടുത്ത വേദനകൾക്ക് തുല്യമാവുകയില്ല, അതിന് എടുത്ത എഫോർട്ടിന് തുല്യമാവുകയില്ല നീ എനിക്ക് ചെയ്തു തന്നത് എന്ന് പറയുമ്പോൾ നാം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളൊന്നും അവരനുഭവിച്ച വേദനകൾക്ക് തുല്യമാവുകയില്ല, അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് തുല്യമാവുകയില്ല എന്നൊരു വലിയ ബോധ്യം ഉണ്ടാകണം. വീണ്ടും ഓർപ്പിക്കുകയാണ്, ഞാൻ പറഞ്ഞു പോയ ഹെറാൾഡ് എസ് കുഷ്ണർ എന്ന് പറയുന്ന ജൂയിഷ് റാബി പറഞ്ഞ വീണ്ടും ഒരു വാക്യം പറയുകയാണ്, വി ലവ് അവർ പേരൻസ് നോട്ട് ബിക്കോസ് ദാറ്റ് അവർ പേരൻസ് ആർ പെർഫെക്റ്റ് ബട്ട് ബിക്കോസ് ദേ ആർ അവേഴ്സ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് അവർ ഉത്തമരായതുകൊണ്ടോ ശ്രേഷ്ഠരായതുകൊണ്ടോ സൗന്ദര്യമുള്ളവരായതുകൊണ്ടല്ല, നേരെ മറിച്ച് അവർ ഞങ്ങളുടേത് മാത്രമാണ്. ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് അല്പം നിറച്ചതാണെങ്കിലും അല്പം പല്ലുകൂടിയതാണെങ്കിലും അല്പം ഇരുണ്ടതാണെങ്കിലും ഒക്കെ എനിക്ക് അവരെ സ്നേഹിക്കുവാൻ എനിക്ക് കടമയുണ്ട്, കാരണം അവര് എൻ്റേതായതുകൊണ്ടാണ്, നമ്മുടേതായതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു കാട്ടിത്തന്ന അവസാനത്തെ മാതൃക എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ അമ്മയെ തക്ക സ്ഥാനത്ത് ഫലമേൽപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് യേശു വിട പറയുന്നത്. അപ്രകാരം ആ വലിയ മാതൃക പിൻപറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. 3 ആശയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചു. ഒന്നാമതായിട്ട്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചില അവസരങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ചൂളപ്പെട്ടു പോകുമ്പോൾ, ഒറ്റതിരിഞ്ഞ് മാറ്റപ്പെട്ടു പോകുമ്പോൾ, ബലഹീനതയിലായിരിക്കുമ്പോൾ നമ്മൾ ചിലരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നൊരു ബോധ്യം, ഒരു മാതൃക ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. രണ്ടാമതായിട്ട്, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഈ വേദനയെ കുറയ്ക്കുവാൻ വേണ്ടി ഒരു ലഹരിയെയും പിൻപറ്റുക എന്നുള്ളതല്ല ക്രൈസ്തവ സാക്ഷ്യം. മൂന്നാമതായിട്ട്, നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണ്, നമ്മുടെ സമ്പാദ്യമാണ്. അവരെ കരുതുക, അവരെ ഉൾക്കൊള്ളുക, അവരെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അതിപ്രധാനമായ ഒരു വലിയ ഉത്തരവാദിത്വവും കടമയാണ്. അത് ജീവിതത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, 10 കൽപ്പനകളിൽ പറയുന്നുണ്ട്, നീ ദീർഘായുസ്സോടെ ഇരിക്കണമെങ്കിൽ നിന്റെ പിതാവിനെയും മാതാവിനെ നീ ബഹുമാനിക്കുക. അത് ജീവനുള്ളപ്പോൾ മാത്രമല്ല, അവരുടെ ഖബറിന്റെ അടുക്കൽ പോലും പോയി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിജയങ്ങളിലും ആ ഖബറിങ്കിൽ പോയി നിന്നുകൊണ്ട് അവരോടത് പറയുവാനും ശ്രമിക്കണം. കാരണം നമ്മുടെ വിശ്വാസം പറയുന്നത് എന്റെയും നിങ്ങളുടെയും പിതാവ് ജീവനോടെ എല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ആയതുകൊണ്ട് ജീവിതത്തിൽ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് കഴിയട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ തെയോസിസ് എന്നൊരു വാക്കുണ്ട്, ദൈവീകരണം പ്രാപിക്കുക എന്നുള്ളത്. ഈ ദൈവീകരണം പ്രാപിക്കുവാനുള്ള ഓരോ വഴികളാണ് ക്രിസ്തുവിന്റെ രക്ഷണ പ്രവർത്തനത്തിൽ പങ്കാളികളാവുക എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ രക്ഷണ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാനുള്ള ഒരു വലിയ വഴിയാണ്, ഒരു വലിയ ഊടുവഴിയാണ് ക്രിസ്തുവിന്റെ ഓരോ ക്രിസ്തു സംഭവങ്ങളിലും ഉള്ള ആരാധനകളിൽ പങ്കുചേരുക എന്നുള്ളത്. ആയതുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുത്ത ഞാനും നിങ്ങളും ദൈവീകരണത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറുകയാണെന്നൊരു ബോധ്യം നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് വരട്ടെ. ഒരു നല്ല മനുഷ്യനായെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പോലെ ആയിത്തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ ആശയങ്ങൾ ഒരു നല്ല മനുഷ്യനായി തീരുവാൻ, ഒരു പൂർണ്ണ മനുഷ്യനായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരിക്കലും തോന്നരുത്, ഞാൻ അനുഷ്ഠിച്ച പ്രാർത്ഥനകൾ, ഞാൻ അനുഷ്ഠിച്ച നോയമ്പ് ശ്രേഷ്ഠമായിരുന്നു എന്നൊരിക്കലും തോന്നരുത്. അതിനെയാണ് ആത്മീയമായ അഹന്തി എന്ന് പറയുന്നത്. ആരെങ്കിലും പറയുകയാണ് എൻ്റെ നോമ്പും എൻ്റെ ആരാധനകളും ശ്രേഷ്ഠമായി തീർന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ 40-50 ദിവസത്തെ നോമ്പുകളും
അനുഷ്ഠാനങ്ങളും നമ്മുടെ അനുതാപവും ഒക്കെ അമ്പെ പരാജയപ്പെട്ടു പോവുകയാണ്. അനുതാപത്തോടുകൂടി ക്ഷമയോടുകൂടി എൻ്റെ നോയമ്പുകളും എൻ്റെ പ്രാർത്ഥനകളും ബലഹീനമാണ്, കുറ്റമുള്ളതാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം അംഗീകരിക്കുന്നത്. ആയതുകൊണ്ട് അനുതാപത്തോടുകൂടി നമുക്ക് ജീവിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു വാക്കുകൂടി ഓർപ്പിക്കുകയാണ്, എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ. കാരണം എത്ര കണ്ട് കഷ്ടം അനുഭവിച്ചാലാണ് ക്രിസ്തു. അനേകർക്ക് വേണ്ടി ചിലതൊക്കെ അവൻ പുറത്തു, ചിലതൊക്കെ അവൻ സഹിച്ചു, ചിലതൊക്കെ അവനെ വിട്ടുകൊടുത്തു. ഇതൊക്കെ സഹിച്ചൊരു ക്രിസ്തുവിന് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് താഴുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പീഡാനുഭവ വാരത്തിലെ ഓരോ പ്രാർത്ഥനകളും അർത്ഥശൂന്യമാണ്. പിണങ്ങിപ്പോയ സഹോദരനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല എങ്കിൽ, പിണങ്ങിപ്പോയ സഹോദരന്റെ പിന്നാലെ ചെന്ന് അവനോടൊന്ന് സംസാരിക്കുവാൻ, സഹോദരൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ, വേർപെട്ട് കിടക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ ഒന്ന് കൂട്ടിയിണക്കുവാൻ ആരെങ്കിലും ഒരാൾ ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം അമ്പെ പരാജയപ്പെട്ടു പോവുകയാണ്. നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച ക്രിസ്തുവിനെ ഓർത്തെങ്കിലും നമ്മുടെ ജീവിതങ്ങളിൽ ചില മുറിക്കപ്പെടലിന്, ചില ക്ഷമകൾക്ക്, ചില വിട്ടുകൊടുക്കലിന് വിധേയമാക്കുവാൻ നമ്മുടെ പീഡാനുഭവ വാരം നമ്മയൊക്കെ ഒരുക്കട്ടെ, സജ്ജമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ ഇതിന്റെ പ്രധാന ചുമതലക്കാരനായ വന്യനായ NC കുര്യാക്കോസ് അച്ഛനോടും അവസരം നൽകി അനുഗ്രഹിച്ച വന്നി പിതാവിനോടും നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.